നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാന്ധിമുക്ക് മുതൽ ETC വരെയുള്ള റോഡ് നവീകരണത്തിന്റെയും വെൽനസ് സെന്ററിന്റെയും ഡിജിറ്റൽ സാക്ഷരതയുടെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച 3 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വേളയിൽ ഇതിന്റെ മുന്നോടിയായി ഇന്ന് SP ഓഫീസിൽ വെച്ച് ആലോചനായോഗം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുകയും കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് അധ്യക്ഷസ്ഥാനം നിർവഹിക്കുകയും ചെയ്തു. 16/1/2024 3 മണിക്ക് നമ്മുടെ ഒരു ഉദ്ഘാടന പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ഒന്ന് നമ്മുടെ റോഡ്, നമ്മുടെ ഗാന്ധിമുക്ക് മുതൽ ഇങ്ങോട്ടുള്ള റോഡിൻ്റെ നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം SP ഓഫീസിലേക്കുള്ള ഒരു പൊതുവഴി, കൂടാതെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനവും അതുപോലെ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപനം 3 പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള ഒരു ആലോചനാ യോഗമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൽ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർ അനിത ഗോപകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനാ യോഗത്തിനാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിമുക്ക് മുതൽ ETC വരെയും SP ഓഫീസിനകം അംഗനവാടിയുടെ ഈ റോഡുകളെല്ലാം ഒരു ചെയ്ത് അത് പൂർത്തിയായി. അതുപോലെ തന്നെ നമ്മുടെ വെൽനസ് സെൻ്ററിൻ്റെയും അതുപോലെ നമ്മുടെ ഡിജിറ്റൽ സാക്ഷരതയുടെയും പൂർത്തിയായ വേളയിൽ ഒരു ഉദ്ഘാടന നമുക്ക് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനാ യോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതുവരെയും നല്ല രീതിയിൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണമെന്ന് പറയുന്നു. ഈ യോഗത്തിൽ എന്താണെന്നുള്ള കാര്യം നമ്മുടെ സ്വാഗതം പറഞ്ഞ കൗൺസിലർ പറഞ്ഞു കഴിഞ്ഞു. ആലോചന യോഗമാണ് ഇനി. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ മുനിസിപ്പൽ നഗരസഭാ അധ്യക്ഷൻ ശ്രീ രമേശ് അവരെ ക്ഷണിച്ചുകൊള്ളു. ഏറെ ബഹുമാന്യ അധ്യക്ഷൻ, നമ്മുടെ ടൂറിസ്റ്റ് സാറ്, നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി അനിത ഗോപകുമാർ, നമ്മുടെ ഈ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരുണ്ട്, എല്ലാ പാർട്ടി നേതാക്കന്മാരുണ്ട്, കുടുംബശ്രീയുടെ പുറത്തെ ചെയർപേഴ്സൺ, ആശാ പ്രവർത്തകർ, ഏറെ ബഹുമാനരായ നമ്മുടെ ഈ നാട്ടുകാർ, പ്രിയമുള്ളവർ. നമ്മുടെ റോഡാണ്. റോഡിൻ്റെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കൊട്ടാരക്കര ഏറ്റവും നല്ല റോഡായി ഈ റോഡ് മാറിയിട്ടുണ്ട്. ഏറെ കൊണ്ടും SP ഓഫീസൊക്കെ തുടങ്ങുന്ന സമയത്ത് കാണുന്ന സമയത്തൊക്കെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ വരുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ക്വാർട്ടേഴ്സൊക്കെയുള്ള സമയത്തും അതിന് ശേഷമുള്ള സ്ഥിതിയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ കാട് പിടിച്ചെല്ലാം കിടന്ന് നാട്ടുകാർക്ക് അനുഭവത്തിലായി കിടന്ന സ്ഥലമാണ്. എന്തായാലും SP ഓഫീസിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ റോഡ് കൂടി വൃത്തിയാക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ഈ വാർഡിലെ കൗൺസിലർ യുദ്ധം ചെയ്തു. വലിയ പറയാൻ നിർത്തിയില്ല ഈ റോഡ്. അപ്പോൾ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി റോഡ് നടത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. കാരണം 10-15 ലക്ഷം രൂപ ഈ റോഡിന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വൃത്തിയാക്കാൻ വേണ്ടി കഴിയില്ലതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം നല്ല നിലയിൽ റോഡ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ആ റോഡ് അങ്ങനെ വെക്കേണ്ടതില്ല പറഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് ഉണ്ടാകിയിരുന്നു കൗൺസിലർ. അപ്പോൾ എന്തായാലും 1,19 ലക്ഷം അല്ലേ, 1,20,00,000 രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചു. എല്ലാ ജനപ്രതിനിധികളും എല്ലാവരെയും ആ യോഗവുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ നിലയിലേക്ക് ആണ് ഈ പ്രധാനമായിട്ടും ഇങ്ങനെ യോഗം ഒന്ന് വിളിച്ചുള്ളൂ. മറ്റൊന്ന്, ഇതിനോടൊപ്പം ഒരുപാട് ചിലവൊഴിവാക്കാമെന്ന് വെച്ചിട്ട് ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ 1-2 ഉദ്ഘാടന പരിപാടിയുണ്ട്. ഈ ഉദ്ഘാടനം 2 സ്റ്റേജ് 2 മൈക്കും എല്ലാം കൂടെ വെച്ചൊരു 2 പ്രാവശ്യം ആളിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന പ്രായോഗിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് മുനിസിപ്പാലിറ്റി ഈ വർഷം ഇവിടെ ഈ തൊട്ടപ്പുറത്ത് SP ഓഫീസ് തൊട്ടപ്പുറത്തായിട്ട് ഈ ലൈനിൽ തന്നെ ഒരു ഹെൽത്ത് വെൽനസ് സെൻ്റർ ആരംഭിക്കുന്നുണ്ട്. അവിടെ ഡോക്ടറും നേഴ്സും സ്റ്റാഫും എല്ലാം ഉണ്ട്. അത്യാവശ്യം ആളുകൾക്ക് ചികിത്സയും മറ്റു കാര്യം കിട്ടുന്നതാണ്. 2 അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് സ്ട്രീറ്റിലാണ്, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ആദ്യത്തേതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ കുറച്ചാളായി ഇട്ടിട്ട്
പല കാരണങ്ങളാൽ പല കാരണം പറയുമ്പോൾ ഒന്നും ഡോക്ടറെ കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ എംപ്ലോയ്മെൻ്റാണ് നിയമനം. ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ആളിനെടുത്ത് ആ ഡോക്ടർ വന്നില്ല. ഇന്ന് ലോകമാകെ ഡിജിറ്റൽ യുഗമാണ്. എല്ലാം ഓൺലൈനായി ഉള്ള വരുക. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഓൺലൈനാണ്, മറുപടി ഓൺലൈനായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും കോർപ്പറേഷനിലും കേസ് മാർട്ട്, അതായത് എല്ലാ പരാതികളും അപേക്ഷകളും എല്ലാം ഇനിയിപ്പോൾ അവിടെ എഴുത്തുകുത്തുകളില്ല, അപേക്ഷ കൊടുക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, പാലൊക്കെ ഒന്ന് പൈസ കൊടുത്ത് അപേക്ഷ എഴുതിക്കേണ്ടതില്ല. മുഴുവൻ കാര്യങ്ങളും ഓൺലൈനായി അപേക്ഷ കൊടുക്കുകയും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് തന്നെ സബ്മിറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരേണ്ടതേ ഇല്ല. മുനിസിപ്പൽ ഓഫീസിൽ കയറി ഇറങ്ങി മുനിസിപ്പൽ ഓഫീസിൽ ഈ 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനുകളുള്ള ഇവിടെ ഒരു കാരണവശാലും ആളുകൾ കയറി ഇറങ്ങി പൈസ അടയ്ക്കാൻ വരണ്ട, അപേക്ഷ കൊടുക്കാൻ വരണ്ട, ഒന്നിനും വരേണ്ടതില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓൺലൈനായി കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം ഈ മാസം ജനുവരി മാസം 1-ാം തീയതി ആയിരുന്നു ചെയ്യാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. പാങ്ങലയിൽ എല്ലാവരെയും പഠിപ്പിക്കുന്ന പ്രവർത്തനം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി വെച്ചിരുന്നു. ഡിജിറ്റൽ സാക്ഷരത പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഓരോരുത്തരുടെയും ഉണ്ടാകണമെന്നുകൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.